തിരുവനന്തപുരം പോത്തൻകോട് സ്വദേശിയായ മിഷണറി പ്രവർത്തകനാണ് ഡി കുഞ്ഞുമോൻ. കഷ്ടതയുടെ കനൽ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോഴും പ്രതിസന്ധികളിൽ നിന്ന് കരം പിടിച്ചുയർത്തുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു ദൈവഭൃത്യൻ. പിതാവിൻ്റെ തീവ്രമായ രോഗാവസ്ഥയിൽ പ്രതീക്ഷ കൈവിടാതെ ഉന്നതങ്ങളിൽ കണ്ണുകൾ ഉയർത്തിയപ്പോൾ രോഗത്തിൽ നിന്നും വിടുതൽ നൽകിയ അത്ഭുതകരമായ സാക്ഷ്യം. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വേഡ് ടു വേഡ് ടെലിവിഷൻ്റെ സാക്ഷ്യകൂടാരം എന്ന ഈ പ്രോഗ്രാമിൽ എനിക്കും അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ ലഭിച്ച അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഇപ്രകാരം അവസരം ഒരുക്കിയ ഇതിൻ്റെ പിന്നണി പ്രവർത്തകർക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയംഗമമായ നന്ദി അറിയിക്കുന്നു. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളിലൂടെ നാം കടന്നു പോകാറുണ്ട്. പലപ്പോഴും വേദനയുടെ, കഷ്ടതയുടെ കനൽ വഴികളിലൂടെ നാം യാത്ര ചെയ്യുമ്പോൾ നിരാശയും ഭാരങ്ങളും ഒക്കെ കടന്നു വരാറുണ്ട്. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് ഏത് പ്രതിസന്ധിയിലും ദൈവത്തിൻ്റെ അത്ഭുതകരം അവർക്ക് വേണ്ടി വെളിപ്പെടും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എൻ്റെ ജീവിതത്തിലും അപ്രകാരം ദൈവത്തിൻ്റെ അത്ഭുതകരമായിട്ടുള്ള പ്രവർത്തികൾ പല സന്ദർഭത്തിലും കാണാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൽ നേരിടുന്ന ഏത് പ്രതിസന്ധിയിലും നാം തളരാതെ ദൈവത്തിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എൻ്റെ പാരൻസിൻ്റെ പേര്, എൻ്റെ പിതാവ് ഡെന്നിസൺ ജോസഫ് എന്നാണ്. എൻ്റെ അമ്മയുടെ പേര് ഇന്ദിര ഡെന്നിസൺ എന്നാണ്. എൻ്റെ പിതാവ് റെഗുലറായിട്ട് പള്ളിയിലൊന്നും പോകുന്ന ഒരു വ്യക്തിയായിരുന്നില്ല. എന്നാൽ എൻ്റെ മാതാവ് പള്ളിയിലും ചർച്ചിലെ ആരാധനകളിലൊക്കെ സ്ഥിരമായിട്ട് സംബന്ധിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഞാൻ ജനിക്കുന്നതിന് മുമ്പ് എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചിരിക്കുന്ന സമയത്ത് കുറച്ച് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടായി. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് നിരവധി ചികിത്സകൾ ചെയ്തു, ഡോക്ടേഴ്സിനെ കണ്ടു. പക്ഷേ ആ ബുദ്ധിമുട്ടുകൾക്ക് ഒരു പരിഹാരം ലഭിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പോത്തങ്കോട് അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയുടെ സ്ഥാപകനും അന്നത്തെ ശുശ്രൂഷകനുമായിരുന്ന പാസ്റ്റർ സത്യനേശൻ എന്ന ദേവദാസനെക്കുറിച്ച് എൻ്റെ മാതാവ് കേൾക്കുന്നത്. അദ്ദേഹം താമസിച്ചിരുന്നത് എൻ്റെ പിതാവിൻ്റെ വീടിന് സമീപത്ത് കൊടിക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. അങ്ങനെ ആ ദേവദാസൻ എൻ്റെ മാതാവിന് വേണ്ടി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ദൈവം അത്ഭുതം ചെയ്തു. അതുവരെ എന്ത് ബുദ്ധിമുട്ടാണ്, എന്ത് രോഗമാണ് എന്നൊന്നും ഡോക്ടേഴ്സിനെ കണ്ടെത്താനായിട്ട് കഴിഞ്ഞില്ലെങ്കിലും ആ ദൈവദാസൻ്റെയും സഭയുടെയും പ്രാർത്ഥനയുടെ ഫലമായിട്ട് എൻ്റെ മാതാവിന് പൂർണ്ണമായ സൗഖ്യം ലഭിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ജനനശേഷവും എൻ്റെ മാതാവ് ആ ചർച്ചിലാണ് ആരാധനയ്ക്ക് പോയത്. അപ്പോൾ എൻ്റെ മാതാവിൻ്റെ ഒരു സമർപ്പണം എന്ന് പറയുന്നത് ഞാൻ വളർന്നു വരുമ്പോൾ എന്നെ സുവിശേഷ വേലയ്ക്ക് അയക്കണം എന്നുള്ളതായിരുന്നു. തീരെ ചെറിയ പ്രായത്തിൽ എനിക്കും അപ്രകാരമൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം നടത്തുന്ന സമയത്ത് എനിക്ക് ഒട്ടും സുവിശേഷ വേലയ്ക്ക് താല്പര്യമില്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് എത്തിച്ചേർന്നു. എന്നാൽ ദൈവത്തിൻ്റെ വ്യക്തമായ ഇടപെടൽ എന്നെ വീണ്ടും ഒരു പുനർസമർപ്പണത്തിന് തയ്യാറാക്കി. അതിന് ഏറ്റവും പ്രധാനമായിട്ട് തീർന്നത് ഞാൻ അഭിഷേകം പ്രാപിച്ചതാണ്. ആ ഒരു അനുഭവം എന്നെ കൂടുതൽ ആത്മീയമായിട്ട് മുന്നോട്ട് നയിച്ചു. എനിക്ക് കർത്താവിൻ്റെ വേല ചെയ്യണമെന്നുള്ള ആഗ്രഹം ഉണ്ടായി. അങ്ങനെ ഞാൻ സുവിശേഷ വേലയ്ക്ക് സമർപ്പിച്ചു. ഞാൻ ദൈവവചനം പഠിക്കാനായിട്ട് പോയി. അതിനു മുമ്പ് ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ്. എന്നെ സുവിശേഷ വേലയ്ക്ക് സമർപ്പിക്കാനായിട്ടുണ്ടായ ഒരു കാരണം എന്ന് പറയുന്നത്, ഞാൻ പ്രൈമറി സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് അതികഠിനമായ ചെവി വേദന അനുഭവപ്പെടുമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി പല ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തെങ്കിലും സൗഖ്യം ലഭിച്ചില്ല. ഏറ്റവും ഒടുവിൽ ഡോക്ടേഴ്സ് ENTയിൽ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു.
അവിടെ ഡോക്ടേഴ്സ് പരിശോധിച്ചപ്പോൾ ആ ചെവിയുടെ പ്രശ്നം അവർ കണ്ടെത്തി. പക്ഷേ ഒരു സർജറി വേണം, എന്നാലേ ആ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞു. എന്നാൽ ആ സമയത്ത് ഒരു സർജറിക്ക് വേണ്ടി വിധേയപ്പെടാനായിട്ട്, അല്ലെങ്കിൽ സർജറിക്ക് വേണ്ടി എൻ്റെ മാതാപിതാക്കൾക്ക് താല്പര്യമില്ലായിരുന്നു. പ്രത്യേകിച്ച് എൻ്റെ അമ്മ പ്രാർത്ഥിച്ചു, ഞാൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചിട്ടുള്ള മകനാണ്, ഈ സമയത്ത് എൻ്റെ മകനെ സൗഖ്യമാക്കണമെന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. അമ്മ അന്ന് ഒരു നേർച്ചയൊക്കെ നേർന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നാൽ അത്ഭുതം പറയട്ടെ, അമ്മയുടെ ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് എനിക്ക് അത്ഭുതകരമായ സൗഖ്യം ലഭിച്ചു. വീണ്ടും ഒരു 2 ആഴ്ച കഴിഞ്ഞ് ഡോക്ടേഴ്സിനെ കണ്ടപ്പോൾ കുഴപ്പമില്ല, സർജറിയൊന്നും ആവശ്യമില്ല, വളരെ വ്യത്യാസം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മാതാവിന് വളരെ സന്തോഷം ആയി. മാതാവ് ദൈവത്തിന് സ്തോത്രം ചെയ്തു. എന്നെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വീണ്ടും സമർപ്പിക്കാനായിട്ട് ഇടയായി. ഏതായാലും ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ രോഗങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ കടന്നു വരാറുണ്ട്. പലപ്പോഴും രോഗങ്ങൾ വരുമ്പോൾ നാം നിരാശപ്പെടും. എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിലെ ഈ രോഗങ്ങൾ? ഒന്ന് മാറി പ്രതിസന്ധികൾ വരുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയട്ടെ, ഏത് പ്രതിസന്ധികൾ ജീവിതത്തിൽ വന്നാലും അതിൽ നിന്ന് നമ്മെ വിടുവിക്കാനായിട്ട് ദൈവത്തിന് കഴിയും. ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മെ സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഞാൻ ദൈവവചനം പഠിക്കാനായിട്ട് പോയി. 1999 ഏപ്രിൽ മാസത്തിലാണ് ഞാൻ എൻ്റെ 3 വർഷത്തെ വേദപഠനം പൂർത്തീകരിച്ച് ഗ്രാജുവേഷൻ ചെയ്യേണ്ടിയിരുന്നത്. എന്നാൽ ആ സമയത്ത് ഏപ്രിൽ മാസത്തിൽ ഞാൻ പഠിച്ചിരുന്ന സ്ഥാപനത്തിൽ, ഫെയ്ത്ത് ബൈബിൾ കോളേജ് എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ് ഞാൻ പ്രാരംഭമായിട്ട് ദൈവവചനം പഠിച്ചത്. റാന്നിയിലാണ് ആ സ്ഥാപനം. അവിടെ അന്നുണ്ടായ ഒരു സംഭവം എന്ന് പറയുന്നത്, ഗ്രാജുവേഷന് തൊട്ട് മുമ്പ്, ഒരു 3 ആഴ്ച മുമ്പ്, ഞങ്ങളുടെ ആ കോളേജിൻ്റെ ഹോസ്റ്റലിൽ ചിക്കൻ പോക്സ് എന്ന് പറയുന്ന ഒരു അസുഖം ഇങ്ങനെ പടർന്നു. ആദ്യം ഒരാൾക്ക് വന്നു, പിന്നീട് അത് 2 പേർക്കായി, അങ്ങനെ പലരിലും രോഗം വന്നു. അപ്പോൾ ഈ രോഗം ബാധിക്കുന്നവരെല്ലാം വീടുകളിലേക്ക് വിടുകയാണ്. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വീടുകളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ഗ്രാജുവേറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ആർക്കും ബുദ്ധിമുട്ടില്ലായിരുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഗ്രാജുവേഷന് 1 ആഴ്ച മാത്രമേ ഉള്ളൂ. 1 ആഴ്ച ഉള്ളപ്പോൾ അതിൽ ഗ്രാജുവേറ്റിംഗ് സ്റ്റുഡൻസിൽ എനിക്ക് ചിക്കൻ പോക്സ് പിടിപ്പെടാനായിട്ട് ഇടയായി. അപ്പോൾ സ്വാഭാവികമായിട്ട് ചിക്കൻ പോക്സ് അത് ഒരു പകർച്ചവ്യാധി ആയതുകൊണ്ട് തന്നെ എന്നോട് പറഞ്ഞു, അധ്യാപകർ പറഞ്ഞു, വീട്ടിലേക്ക് പോകണം, സുഖമായിട്ട് വന്നാൽ മതി. പിന്നെ ഗ്രാജുവേഷൻ, പലർക്കും രോഗങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഗ്രാജുവേഷൻ മാറ്റിവെക്കുകയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്ന് റെസ്റ്റ് എടുക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഞാൻ വീട്ടിൽ വന്നിട്ട് പ്രാർത്ഥിച്ച ഒരു കാര്യം, കർത്താവേ, എനിക്ക് പൂർണ്ണമായിട്ടുള്ള സൗഖ്യം വളരെ വേഗത്തിൽ തരണം. നമുക്കറിയാം, ഈ ചിക്കൻ പോക്സ് പോലെയുള്ള രോഗങ്ങൾ വരുമ്പോൾ ഒരു 2-3 ആഴ്ച എങ്കിലും അതിന് ഏറ്റവും കുറഞ്ഞത് അതിൻ്റെ റെസ്റ്റിനും ഒക്കെ വേണ്ടി വരും. എന്നാലും ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിച്ചു. എൻ്റെ ശരീരത്തിൽ അവിടെ ഇവിടെയായിട്ട് ആ ചിക്കൻ പോക്സിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് ആ ഗ്രാജുവേഷൻ നിശ്ചയിച്ചിരുന്ന ആ ഡേറ്റിൽ തന്നെ എനിക്ക് പൂർണ്ണമായിട്ടുള്ള സൗഖ്യം വേണം. ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിച്ചു. ഞാൻ പ്രാർത്ഥിച്ചതിന് ശേഷം ദൈവം അത്ഭുതം ചെയ്തു. പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് എൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന ആ ബുദ്ധിമുട്ടുകൾക്ക് വളരെ പെട്ടെന്ന് ഒരു സൗഖ്യം വന്നു. പുതുതായിട്ട് ചിക്കൻ പോക്സിൻ്റെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകാതെ ആ ഗ്രാജുവേഷൻ നിശ്ചയിച്ചിരുന്ന ഡേറ്റിന് മുമ്പ് തന്നെ എനിക്ക് പൂർണ്ണമായിട്ടുള്ള സൗഖ്യം ലഭിച്ചു. അപ്പോൾ ഒരു ശനിയാഴ്ചയാണ് ഗ്രാജുവേഷൻ നിശ്ചയിച്ചിരുന്നത്. ആ പിറ്റേ ഞായറാഴ്ച എനിക്ക് ചർച്ചിൽ പോയി
ആരാധനയിൽ സംബന്ധിക്കാനൊക്കെ കഴിഞ്ഞു. ദൈവം ഒരു അത്ഭുതകരമായിട്ടൊരു ഫാസ്റ്റായിട്ടുള്ള ഒരു വിടുതൽ എനിക്ക് നൽകി. അപ്പോൾ ദൈവസന്നിധിയിൽ നാം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് വിടുതൽ നൽകുന്ന ദൈവമാണ്. ചിലപ്പോൾ നമ്മുടെ പരിമിതമായ സാഹചര്യങ്ങളിൽ നാം ചിന്തിക്കുന്നത് പലപ്പോഴും യുക്തിപരമായ ഒന്നുമായിരിക്കണമെന്നില്ല. പക്ഷേ നാം വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മെ പൂർണ്ണമായിട്ട് വിടുവിക്കുന്ന ദൈവമാണ്. എൻ്റെ പാരൻസിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. എൻ്റെ പാരൻസിൽ എൻ്റെ അമ്മയാണ് വളരെ വിശ്വാസത്തോടെ ദൈവത്തെ ആരാധിച്ചു വന്നത്. എൻ്റെ പിതാവ് ആ ഒരു അനുഭവത്തിലൂടെ മുമ്പോട്ട് പോകുന്ന വ്യക്തിയായിരുന്നില്ല. അദ്ദേഹം മദ്യപാനിയായിരുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വീട്ടിലുണ്ടായി. അതുപോലെ തന്നെ കൃത്യമായിട്ട് ആരാധനയ്ക്ക് ഒന്നും വരാത്തതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആത്മീയ ജീവിതം ആ ഒരു നിലയിലായിരുന്നു. എന്നാൽ ഞാൻ മറ്റൊരു സ്ഥാപനത്തിൽ ദൈവവചനം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ പിതാവിന് രോഗം ബാധിച്ചു. അദ്ദേഹത്തെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ ഒരു ദിവസം രാത്രിയിൽ എനിക്കിങ്ങനെ ഒരു ഫോൺ കോൾ ലഭിക്കുകയാണ്. പിതാവിന് സൗഖ്യമില്ലാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു, വളരെ പെട്ടെന്ന് വരണം. അങ്ങനെ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന ആ സ്ഥാപനത്തിലെ നിന്നും അനുമതിയൊക്കെ വാങ്ങിയിട്ട് അന്ന് രാത്രിയിൽ ഞാൻ ആ ഹോസ്പിറ്റലിലേക്ക് ചെന്നു. ഹോസ്പിറ്റലിലേക്ക് ചെന്നപ്പോൾ വളരെ ദുഃഖകരമായൊരു അന്തരീക്ഷമായിരുന്നു. എൻ്റെ മാതാവ് ഹോസ്പിറ്റലിൽ എൻ്റെ പിതാവിനോടൊപ്പം ഉണ്ടായിരുന്നു. അതായത് ഞങ്ങളെ വളരെ ദുഃഖിപ്പിച്ച ഒരു കാര്യം, പല ടെസ്റ്റുകളൊക്കെ നടത്തിയപ്പോൾ എൻ്റെ പിതാവിന് ബ്ലഡ് ക്യാൻസറാണ് എന്നാണ് ഡോക്ടർ കണ്ടെത്തിയത്. അപ്പോൾ ഞാൻ അവിടെ എത്തിയ ശേഷം പിറ്റേ ദിവസം രാവിലെ സാധാരണ വാർഡിൽ നിന്ന് മാറ്റിയിട്ട് ക്യാൻസർ വാർഡിലേക്ക് എൻ്റെ പിതാവിനെ മാറ്റി. അങ്ങനെ അതിൻ്റെ ചികിത്സകളൊക്കെ ആരംഭിച്ചു. അപ്പോൾ ഞങ്ങൾ വളരെയധികം വിഷമിച്ച ഒരു സമയമാണ്. എൻ്റെ മാതാവ് വളരെ കണ്ണീരോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. എൻ്റെ പിതാവ് ആ സമയത്ത് ആത്മീയമായിട്ട് കുറച്ച് പിന്നോക്കം നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹവും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായി. ഞാനും ഇങ്ങനെ പ്രാർത്ഥിച്ചു. എന്നാൽ എനിക്ക് കൂടുതൽ ദിവസം പിതാവിനോടൊപ്പം ഹോസ്പിറ്റലിൽ നിൽക്കാനോ അദ്ദേഹത്തെ ചികിത്സിക്കാനോ പരിചരിക്കാനോ ഒന്നും അവസരം കിട്ടില്ല. എനിക്ക് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സ്ഥാപനത്തിലേക്ക് തിരികെ പോകേണ്ടിയിരുന്നു. അങ്ങനെ ഞാൻ തിരികെ പോയി എൻ്റെ റൂമിലായിരുന്നുകൊണ്ട് ഞാൻ എൻ്റെ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ ദൈവസന്നിധിയിൽ അന്ന് പ്രാർത്ഥിച്ച ഒരു കാര്യം, പിതാവിന് അത്ഭുതകരമായിട്ടുള്ള ഒരു സൗഖ്യം നൽകണം. ഞാൻ എൻ്റെ പിതാവിനോട് സംസാരിച്ചു. അദ്ദേഹം ദൈവസന്നിധിയിൽ സമർപ്പിച്ചു. അങ്ങനെ ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചു. ഞാൻ ആ ദിവസങ്ങളിലൊക്കെ വളരെ കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ ആയിരുന്ന നാളുകൾ ഞാൻ ഓർക്കുകയാണ്. ഏതായാലും ദൈവം അത്ഭുതം ചെയ്തു എന്ന് ആ പ്രാർത്ഥന ദൈവം കേട്ടു. ദൈവം അത്ഭുതം ചെയ്തു. കാരണം പിന്നീട് ഡോക്ടേഴ്സൊക്കെ പരിശോധിച്ചപ്പോൾ എൻ്റെ പിതാവിന് ആ ബ്ലഡിലുണ്ടായിരുന്ന ആ ക്യാൻസർ അത് മാറി ഇനി ആ ട്രീറ്റ്മെൻറ്റ് തുടരേണ്ടതില്ല എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. ഞങ്ങൾ വളരെയധികം സന്തോഷിച്ചു. ദൈവം പൂർണ്ണമായിട്ടുള്ള വിടുതൽ നൽകി. പിന്നെയും അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന ജോലികൾക്ക് കടന്നുപോയി വളരെ ആരോഗ്യവാനായിട്ടിരുന്നു. ദൈവം അത്ഭുതകരമായിട്ടുള്ള സൗഖ്യം നൽകി. അപ്പോൾ ഏത് രോഗങ്ങളിൽ നിന്നും വിടുവിക്കുന്ന ഒരു ദൈവത്തെ എനിക്ക് അന്ന് വളരെ വ്യക്തിപരമായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. നമ്മൾ പലരുടെയും അനുഭവങ്ങൾ കേട്ടിട്ടുണ്ട്. ദൈവം വിവിധ രോഗങ്ങളെ സൗഖ്യമാക്കിയിട്ടുണ്ട്, വിവിധ ഭാരങ്ങളിൽ നിന്ന് വിടുവിച്ചിട്ടുണ്ട്. ആ സമയത്ത് എൻ്റെ പിതാവ് രോഗിയായിരിക്കുന്ന സമയത്ത് ഞാനൊരു ക്രൈസ്തവ മാധ്യമത്തിൽ ഒരു കോളം എഴുതുന്നുണ്ടായിരുന്നു. കോളം ഒരു അനുഭവങ്ങളാണ്. വ്യത്യസ്ത ജീവിത പശ്ചാത്തലത്തിൽ നിന്നും ദൈവികമായ വിടുതൽ അനുഭവിച്ച് വിശ്വാസത്തിൽ വന്ന കുറേ ദൈവദാസന്മാരുടെയും സഹോദരിമാരുടെയും സഹോദരന്മാരുടെയും ഒക്കെ അനുഭവങ്ങൾ ഇങ്ങനെ ഞാൻ ഓരോ മാസവും
ആ പ്രസിദ്ധീകരണത്തിൽ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമായിരുന്നു. അതിൽ ഏറ്റവും ഞാൻ ഈ പ്രാർത്ഥിക്കുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ ഓർക്കുന്നു, എന്നോടൊപ്പം പഠിച്ച ഒരു സഹോദരൻ, അദ്ദേഹം ഒരു ട്യൂമർ തൻ്റെ തലയിൽ ബാധിച്ച് മരണത്തെ മുഖാമുഖമായിട്ട് കണ്ട ഒരു സഹോദരനായിരുന്നു. ദൈവം അദ്ദേഹത്തെ അത്ഭുതകരമായിട്ട് സൗഖ്യമായ ശേഷം അദ്ദേഹം എന്നോടൊപ്പം അന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ അനുഭവത്തെക്കുറിച്ചൊക്കെ ഞാൻ അന്ന് ആ മാസികയിൽ എഴുതാൻ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളൊക്കെ ഞാൻ എഴുതി. ആ സമയത്താണ് എൻ്റെ പിതാവും ഇങ്ങനെ രോഗിയായിട്ട് തീർന്നത്. അപ്പോൾ ഇങ്ങനെ കേട്ട അനുഭവങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ ദൈവം വിടുവിക്കുന്നവനാണ് എന്ന് പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എന്നാൽ എൻ്റെ പിതാവിനെ ദൈവം അത്ഭുതകരമായിട്ട് സൗഖ്യമാക്കുന്നത് എനിക്ക് കാണാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ വളരെ പ്രതിസന്ധികൾ, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ കഴിയാത്ത വിധത്തിലുള്ള രോഗങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ കടന്നു വരാം. എങ്കിലും നിരാശപ്പെടാതെ നാം വിശ്വാസത്തോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നാം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവം വിടുവിക്കും. നാം പ്രതീക്ഷിക്കുന്നത് പോലെയല്ല, അപ്രതീക്ഷിതമായിട്ടാണ് പല അപകടങ്ങളും അനർത്ഥങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്. എൻ്റെ മാതാവും പിതാവും പോത്തൻകോടിന് സമീപം വാവറ അമ്പലം എന്ന സ്ഥലത്താണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ദൈവവചന പഠനശേഷം പലയിടങ്ങളിലും ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെട്ട് ശുശ്രൂഷിക്കുന്ന സ്ഥലങ്ങളിൽ, സഭാ ശുശ്രൂഷയിൽ ആയിരിക്കുന്നത് കൊണ്ട് തന്നെ ആ സ്ഥലങ്ങളിലാണ് താമസിക്കുന്നത്. ഞാൻ 2012 ദൈവം ചെയ്ത ഒരു വിടുതൽ ഞാൻ ഈ സമയം ഓർക്കുകയാണ്. എനിക്കൊരു സഹോദരി പെങ്ങളാണുള്ളത്. പെങ്ങള് നെയ്യാറ്റിൻകരയിലാണ് താമസിക്കുന്നത്. ഞാൻ സഭാ ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ കുടുംബമായിട്ട് അന്ന് ആര്യനാട് താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പിതാവും മാതാവും മാത്രമേ വീട്ടിലുള്ളൂ. അപ്പോൾ അന്ന് വീട്ടിൽ എൻ്റെ മാതാവ് അന്നൊരു ഓണത്തിൻ്റെയൊക്കെ സമയമാണ്. പിതാവ് രാവിലെ ജോലിക്ക് പോയി. എൻ്റെ മാതാവും രാവിലെ പ്രഭാത ഭക്ഷണമൊക്കെ കഴിഞ്ഞ ശേഷം അന്ന് മാർക്കറ്റിലേക്ക് പോകാനായിട്ട് ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ സംഭവിച്ച ഒരു കാര്യം, ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്ന ഗ്യാസ് സിലിണ്ടർ, എൻ്റെ മാതാവ് വീട്ടിൽ നിന്ന് പോയി. മാതാവ് പറയുന്നത് ഗ്യാസ് സിലിണ്ടർ ഓഫ് ചെയ്തിട്ട് ആണ് പോയത്. വീടൊക്കെ പൂട്ടി പോയതാണ്. പക്ഷേ എങ്ങനെയോ ആ സിലിണ്ടർ ഇങ്ങനെ ലീക്ക് വന്നു. അത് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ, ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ ആ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിക്കാനായിട്ടിടയായി. ഒരുപക്ഷെ 2012 അന്നത്തെ വാർത്താമാധ്യമങ്ങളിലൊക്കെ വന്ന ഒരു വാർത്തയാണ്. ഞങ്ങളുടെ വീട് പൂർണ്ണമായിട്ടും ആ ഗ്യാസ് സിലിണ്ടർ പൊട്ടിയപ്പോൾ കത്തി നശിക്കാനായിട്ടിടയായി. അത് കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു പുതിയ സിലിണ്ടർ എടുത്ത് വീട്ടിൽ വെച്ച് അത് ഉപയോഗിക്കുകയായിരുന്നു. എന്നാൽ ഞാൻ പറഞ്ഞു വന്നത്, അന്ന് തലേ ദിവസമൊക്കെ ആ സിലിണ്ടർ ഉപയോഗിച്ചതാണ്. എന്നാൽ ആ സിലിണ്ടറിൽ ലീക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് എൻ്റെ മാതാവിന് തിരിച്ചറിയാനായിട്ട് കഴിഞ്ഞില്ല. അല്ലെങ്കിൽ അത് ഒരുപക്ഷെ തലേ ദിവസമൊക്കെ അതിൻ്റെ ലീക്ക് ഉണ്ടായിരുന്നിരിക്കാം. എൻ്റെ പിതാവും മാതാവും ഒക്കെ ഉണ്ടായിരുന്ന ആ ദിവസം രാത്രിയിലൊക്കെ അപകടം സംഭവിക്കാമായിരുന്നു. പക്ഷേ അവർ വീട്ടിൽ നിന്ന് പോയ ശേഷം വീട്ടിൽ ഏകദേശം 1 മണിക്കൂർ കഴിയുമ്പോഴാണ് ഈ ഗ്യാസ് സിലിണ്ടർ പൊട്ടി അത് വലിയൊരു അപകടം സംഭവിക്കുന്നത്. അപ്പോൾ അന്ന് ഞങ്ങൾക്ക് വലിയൊരു നഷ്ടമാണ് ഉണ്ടായത്. പക്ഷേ സന്തോഷിക്കാനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്, ആ ഗ്യാസ് സിലിണ്ടർ കുറച്ച് സമയം മുമ്പ് അത് പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്തിരുന്നെങ്കിൽ ഒരു വലിയ നഷ്ടമുണ്ടായേനെ. പക്ഷേ ദൈവം എൻ്റെ മാതാവിനെയും പിതാവിനെയും സൂക്ഷിക്കാനായിട്ടിടയായി തീർന്നു. പലപ്പോഴും അപ്രതീക്ഷിതമായിട്ടുള്ള ഇങ്ങനെയുള്ള സംഭവങ്ങൾ, അപകടങ്ങളും ദുരന്തങ്ങൾ, പ്രതിസന്ധികൾ, രോഗങ്ങൾ, ഇതൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ അല്ലെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് പോലെ ഒന്നും സംഭവിക്കുന്ന കാര്യങ്ങളല്ല. അപ്രതീക്ഷിതമായിട്ട് നമ്മെ തേടിയെത്തുന്ന കാര്യങ്ങളാണ്. പക്ഷേ ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തിൽ ആശ്രയിക്കുന്ന,
ദൈവമക്കളെ സംബന്ധിച്ച് ഏത് പ്രതിസന്ധിയുടെ നടുവിലും ദൈവത്തിൻ്റെ അത്ഭുതകരമായിട്ടുള്ള കരം അവരെ താങ്ങാനും സഹായിക്കാനും സൂക്ഷിക്കാനും ഉണ്ട് എന്നുള്ളതാണ് സന്തോഷകരമായിട്ടുള്ള കാര്യം. ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തെ സമീപിക്കുകയുമില്ല എന്ന ദൈവവചനം പോലെ ദിവ്യകരങ്ങളിൽ സംരക്ഷണം അനുഭവിച്ച നിരവധി സാഹചര്യങ്ങളായിരുന്നു ഇദ്ദേഹം അഭിമുഖീകരിച്ചത്. നമുക്കറിയാം, വിശുദ്ധ വേദപുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്, പൗലോസ് അപ്പോസ്തലൻ ഒരു വലിയ അനർത്ഥത്തിൽ നിന്ന്, ഒരു കപ്പൽ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട് മെലീത്ത എന്ന് പറയുന്ന ആ ദ്വീപിലെത്തിച്ചേരുകയാണ്. ആ പൗലോസ് അപ്പോസ്തലനോടൊപ്പം യാത്ര ചെയ്ത എല്ലാവരും വളരെ ദൂരം തണുപ്പും ആ കടലിലെ പ്രതിസന്ധിയും ഒക്കെ സഹിച്ച് നീന്തി തളർന്ന് തണുത്ത് വിറച്ച് ആ ദ്വീപിൽ അഭയം തേടിയിരിക്കുകയാണ്. എല്ലാവരും ആശ്വസിച്ച് സന്തോഷിച്ച് ഇരിക്കുമ്പോൾ, അവിടെ തീ കാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, എല്ലാവർക്കും ചൂടിന് വേണ്ടി വിറക് കഷ്ണമെടുത്ത് ആ തീയിലേക്ക് പൗലോസ് അപ്പോസ്തലൻ ഇടുന്ന സമയത്ത് ഒരു അണലി തൻ്റെ കയ്യിൽ അത് കടിക്കുവാനായിട്ടിടയായി തീർന്നു. നമുക്കറിയാം, ആ മെലീത്തയിലെ ജനങ്ങൾ വിചാരിക്കുന്നത് അവിടുത്തെ പാമ്പ് വളരെ വിഷമുള്ള പാമ്പാണ്. അത് കടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ശരീരത്തിന് നിറം മാറും, ശരീരത്തിൽ നീര് വയ്ക്കും, ശരീരം തളരും, കാഴ്ച നഷ്ടപ്പെടും, പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കാനാണ് സാധ്യത. അപ്പോൾ അവരൊരു നിഗമനത്തിലെത്തിയ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഇത്രയും വലിയൊരു കപ്പൽ അപകടം ഉണ്ടായി അതിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നെങ്കിലും ഇദ്ദേഹം ഒരു വലിയ കുറ്റവാളി ആയതുകൊണ്ടാണ് ഈ കരയിൽ വെച്ച് ഈ പാമ്പ് തന്നെ കടിക്കാനായിട്ടിടയായത്. അതുകൊണ്ട് ദൈവഭക്തനായ, സുവിശേഷത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ആ ദൈവഭക്തനെ സംബന്ധിച്ച് തികച്ചും അപരിചിതരായ മെലീത്തയിലെ നിവാസികൾ പറയുകയാണ്, ഇദ്ദേഹം ഒരു കൊടും കുറ്റവാളിയാണ്. എന്നാൽ നമുക്കവിടെ കാണാൻ കഴിയുന്നൊരു കാര്യം, ദൈവം അത്ഭുതം ചെയ്യുകയാണ്. അവർ പ്രതീക്ഷിച്ചതുപോലെ, അല്ലെങ്കിൽ അവർക്കറിയാവുന്നതുപോലെ അവർ കാത്തിരുന്ന സമയം, അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ മരിക്കേണ്ട സമയം കഴിഞ്ഞിട്ടും പൗലോസ് അപ്പോസ്തലന് ഒന്നും സംഭവിച്ചില്ല. അദ്ദേഹം സാധാരണ പോലെ നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ നിറത്തിന് വ്യത്യാസം വരുന്നില്ല, അദ്ദേഹം കുഴഞ്ഞു വീഴുന്നില്ല. അപ്പോഴവർ തിരിച്ചറിയുകയാണ്, അപ്പോൾ ഇത്രയും കൊടും വിഷമുള്ള സർപ്പം കടിച്ചിട്ടും നോക്കുക, പൗലോസിന് ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ അവരുടെ അഭിപ്രായം അവിടെ മാറ്റുകയാണ്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ അപ്രതീക്ഷിതമായിട്ടുള്ള ദുരന്തങ്ങളും പ്രതിസന്ധികളും ഒന്നിനു പുറകെ ഒന്നായിട്ട് അപകടങ്ങളൊക്കെ കടന്നു വന്നാലും ദൈവം തൻ്റെ ഭക്തന്മാരെ അതിൽ നിന്നൊക്കെ വിടുവിക്കുന്ന ദൈവമാണ്. പലപ്പോഴും മാനുഷികമായിട്ട് നമ്മൾ നിരാശപ്പെടാം. പക്ഷേ ഞാൻ പറയട്ടെ, നാം നിരാശപ്പെടേണ്ട കാര്യമില്ല. ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവത്തിൽ ആഴമായിട്ട് ആശ്രയിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ദൈവം നമ്മെ വിടുവിക്കാൻ ശക്തനാണ്. ഏത് പ്രതിസന്ധിയിൽ നിന്നും നമ്മെ വിടുവിക്കാൻ ശക്തനാണ്. ഇന്ന് ഈ സാക്ഷ്യകൂടാരം എന്ന ഈ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ജീവിതത്തിൽ കടന്നു വരുന്ന അപ്രതീക്ഷിതമായിട്ടുള്ള ദുരന്തങ്ങളും പ്രതിസന്ധികളും രോഗങ്ങളും ദുഃഖങ്ങളും കഷ്ടതകളും ഒന്നും കണ്ട് നാം നിരാശപ്പെടേണ്ട കാര്യമില്ല. വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നാം അടുത്തു വരുന്നുവെങ്കിൽ ദൈവം നമ്മെ വിടുവിക്കാൻ ശക്തനാണ്. ദൈവം നമ്മെ സൗഖ്യമാക്കുവാൻ ശക്തനാണ്. ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ കാണും. നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ആ ദൈവിക വിടുതൽ കാണാൻ ദൈവം സഹായിക്കട്ടെ. ആ ദൈവത്തിൽ കൂടുതലായിട്ട് ആശ്രയിക്കുവാൻ നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അനുസ്യൂതമൊഴുകുന്ന ദൈവിക അനുഗ്രഹ നീർച്ചാലുകൾ നമ്മുടെ ഹൃദയത്തിലും വിശ്വാസത്തിൻ്റെ വിത്തുകൾ വളർത്തുവാൻ ഇടയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.